കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന കുട്ടികളുടെ മാഗസീനായ തളിർ 2026 ജാനുവരി ലക്കത്തിലെ ഒരു കഥയാണ് വായിക്കാൻ പോകുന്നത്. കുഞ്ഞിപ്പൂച്ചയുടെ കൊതി. എഴുതിയത് ബീന മേലഴി. ഉണ്ണിക്കുട്ടന്റെ വീട്ടിൽ പപ്പടം കാച്ചുന്ന മണം കുഞ്ഞിപ്പൂച്ചയുടെ മൂക്കിൽ തുളച്ചു കയറി. കുഞ്ഞിപ്പൂച്ചയ്ക്ക് കൊതി മൂത്തു. തലങ്ങും വിലങ്ങും തലയാട്ടിക്കൊണ്ടിരുന്നു. അവളുടെ കഴുത്തിലെ കുടമണി കിലുങ്ങിയാടി. മ്യാവ്. കുഞ്ഞിപ്പൂച്ച കരഞ്ഞുകൊണ്ടിരുന്നു. അവൾ പതുക്കെ എഴുന്നേറ്റു. കുഞ്ഞിപ്പൂച്ചയ്ക്ക് അമ്മപ്പൂച്ച പറഞ്ഞത് ഓർമ്മ വന്നു. ആർത്തി പിടിച്ചൊന്നും കഴിക്കാൻ ചാടി ഇറങ്ങരുത്. ഉണ്ണിക്കുട്ടൻ സ്നേഹത്തോടെ തരുമ്പോൾ മാത്രമേ കഴിക്കാവൂ എന്ന്. കുഞ്ഞിപ്പൂച്ച പിന്നെയും അവിടെ തന്നെ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിപ്പൂച്ചയ്ക്ക് നന്നായി വിശന്നു. അവൾക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാതെയായി. പപ്പടമണം മൂക്കിലേക്ക് തള്ളി തള്ളി കയറി. ഉണ്ണിക്കുട്ടനെ എവിടെയും കാണാനില്ല. എത്ര നേരം കൊതി അടക്കി പിടിച്ചിരിക്കും? കുഞ്ഞിപ്പൂച്ച കാലും കൈയും ഒക്കെ നക്കി തുടച്ചു. അവൾ വീതിയുള്ള മനോഹരമായ വാലു മാട്ടി അടുക്കളയിൽ കയറി. പരന്ന പാത്രത്തിലെ ചൂടുള്ള കാച്ചിയ പപ്പടം. കുഞ്ഞിപ്പൂച്ചയെ നോക്കി ചിരിച്ചു. കുഞ്ഞിപ്പൂച്ച പപ്പടത്തിനോടും. കൊതി മൂത്ത കുഞ്ഞിപ്പൂച്ച പപ്പടം ആർത്തിയോടെ അകത്താക്കാൻ നോക്കി. ചൂടുള്ള പപ്പടം തിന്നപ്പോൾ കുഞ്ഞിപ്പൂച്ചയുടെ നാവ് പൊള്ളി. മ്യാവ്. കുഞ്ഞിപ്പൂച്ച നിർത്താതെ കരഞ്ഞു. ഉണ്ണിക്കുട്ടൻ ഓടി വന്നു. ചൂടാറിയിട്ട് ഞാൻ പപ്പടം തരില്ലായിരുന്നോ? ഉണ്ണിക്കുട്ടൻ കുഞ്ഞിപ്പൂച്ചയെ തലോടി ചോദിച്ചു. കുഞ്ഞിപ്പൂച്ചയ്ക്ക് അമ്മയുടെ വാക്കുകൾ ഓർമ്മ വന്നു.